എല്ലാവർക്കും നമസ്കാരം. സൈനേഡിൻ്റെ നീറ്റ് യു ജി കൗൺസിലിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ CKerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അവിടെ പുതിയതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ എന്തിനെ പറ്റിയാണെന്ന് അറിയാമോ? നമ്മുടെ മെഡിക്കൽ കോഴ്സുകളിലേക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിലി മനസ്സിലാക്കിയാലോ. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, കണ്ടോ? മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളിലേക്ക് പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നതിനും കോഴ്സുകൾ അല്ലെങ്കിൽ സംവരണ ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനുമായിട്ടാണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇത് പറയുന്നത് വെച്ചാലേ, സംസ്ഥാനത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനായി നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇതിനെപ്പറ്റി പറയുന്നത് നോക്കാം. പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി പുതിയതായി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്ലൈ പുതിയതായിട്ട് ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിക്കേ, കീം 2026 മുഖേന എൻജിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അതല്ല ഫാർമസി കോഴ്സുകൾ എന്നിവയിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് ഇതിനോടകം ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകർക്ക് ആവശ്യമുള്ള പക്ഷം മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകൾ പ്രസ്തുത അപേക്ഷയിൽ കൂട്ടിച്ചേർക്കാവുന്ന അവസരവും ലഭ്യമാണ്. അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ തന്നെ കീം മുഖേന എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി എന്നുള്ള മുതലായ കോഴ്സുകൾ നിങ്ങൾ ഓൾറെഡി തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് മെഡിക്കൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് ഉള്ളത് നിങ്ങൾക്ക് ഇതിലോട്ട് കൂട്ടിച്ചേർക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, പിന്നെ പറയുന്നത് എന്താണ് നോട്ടിഫിക്കേഷനിൽ? NTA നടത്തിയ നീറ്റ് UG 2026 പരീക്ഷ എഴുതി നിശ്ചിത യോഗ്യത നേടുന്നവർക്ക് മെഡിക്കൽ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് നമ്മുടെ NTAയുടെ നീറ്റ് UG 2026 പരീക്ഷ എഴുതിയില്ലായിരുന്നോ, അതിൽ യോഗ്യത കട്ട് ഓഫ് അറിയാമല്ലോ. അപ്പോൾ ആ കട്ട് ഓഫിൽ നിന്നും യോഗ്യത നേടിയവർക്കാണ് ഇതിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കിക്കേ, പുതിയതായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കീം 2026 ഇതിനോടകം അപേക്ഷിച്ചവർക്ക് കോഴ്സുകൾ ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഓൾറെഡി അപേക്ഷിച്ചിട്ടുണ്ട്, അതായത് മറ്റു കോഴ്സിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ആഗ്രഹിക്കുന്ന എന്താണ്? മെഡിക്കൽ അനുബന്ധിത അലൈഡ് കോഴ്സ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർക്കാവുന്ന അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാണെന്ന് നോക്കിക്കേ, 23/7/2026 മുതൽ 27/7/2026 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. 27/7/2026 രാവിലെ 11 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ckerala.gov.in എന്ന് പറയുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കയറിയിട്ട് അതുവഴിയാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് ഉള്ളത്, അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. പുതിയതായി അപേക്ഷ സമർപ്പിക്കുന്നത്, അതായത് ഞാൻ നേരത്തെ അപേക്ഷ ഒന്നും സമർപ്പിച്ചിട്ടില്ല, അങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള സൗകര്യം ഇപ്പം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കിയാലോ. കണ്ടില്ലേ, കീം 2026 മുഖേന നേരത്തെ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷകളൊന്നും സമർപ്പിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇനി ഈ പറയുന്ന
അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അതായത് പുതിയതായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, നേരത്തെ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പറയുന്ന എന്താണെന്ന് അറിയാമോ? നേരത്തെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വീണ്ടും അപേക്ഷ സമർപ്പിച്ചാൽ പുതിയ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അപേക്ഷകളൊന്നും സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പുതിയതായിട്ട് ഒരിക്കൽ കൂടി ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നേരത്തെ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, എഞ്ചിനീയറിംഗ് മുതലായ കണ്ടോ, കീം 2026 മുഖേന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകൾ നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പം വരുന്നുണ്ടല്ലോ, അതായത് മെഡിക്കൽ ഉണ്ട്, മെഡിക്കൽ അലൈഡ് കോഴ്സാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതേസമയം പുതിയതായിട്ടാണെങ്കിൽ ഉള്ള കാൻഡിഡേറ്റ്സ് അവർ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾ ഓൾറെഡി നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ അവർ സ്വീകരിക്കില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷ സമർപ്പിച്ചാൽ പുതിയ അപേക്ഷ നിരസിക്കപ്പെടുന്നതാണ്. പിന്നെ നോക്കിക്കേ, പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, പുതുതായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞു തരാമേ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് www.cekerala.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. എന്നിട്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾ പുതുതായിട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലാണേ, അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നൊരു ഇത് കാണാൻ പറ്റും. ആ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് പറയുന്നുണ്ടോ, രജിസ്ട്രേഷൻ നടത്തി പ്രോസ്പെക്ടസ് ക്ലോസ് 7.4 പ്രതിപാദിക്കുന്ന പ്രകാരം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിലെ ക്ലോസ് പ്രകാരം പറയുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ നോക്കിക്കേ, അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം, വെരി ഇമ്പോർട്ടൻറ്റ്, അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന അക്നോളജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അപേക്ഷയെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. ആ അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യണം? ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് അപേക്ഷകർ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അക്നോളജ്മെൻറ്റിൻ്റെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. അത് മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, മറ്റ് രേഖകൾ എന്നിവ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതായിട്ട് ഇല്ല. അതായത് നമ്മൾ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇത് ചെയ്തതിന് ശേഷം അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലാതെ മറ്റ് രേഖകളൊന്നും അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് ഇല്ല. പിന്നെ നമുക്ക് നോക്കിയാലോ, നേരത്തെ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ മെഡിക്കൽ അനുബന്ധിത കോഴ്സുകൾ അല്ലെങ്കിൽ കാറ്റഗറി ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുക. അതായത് ഇപ്പം നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ എന്താണ്, പുതിയതായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളതെന്നാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേസമയം ചില കാൻഡിഡേറ്റ്സിന് എന്താണ്, ഇനി ഇപ്പോൾ വന്ന ഈ കോഴ്സുകൾ ഒന്ന് കൂട്ടിച്ചേർക്കണമെന്നുണ്ടാവാം. അല്ലെങ്കിൽ ചില കാൻഡിഡേറ്റ്സിനെ കാറ്റഗറിയിലൊക്കെ ക്ലെയിം ഉണ്ടാവാം, അത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ടോ, കീം 2026 മുഖേന ഏതെങ്കിലും കോഴ്സുകൾക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഇതിനോടകം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾ 2026 മുഖേന ഏതെങ്കിലും കോഴ്സുകൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എങ്ങനെയാണെന്നാണ് കേട്ടോ. അതങ്ങനെയാണെങ്കിൽ ഇതിനായി മെയിൽ വെബ്സൈറ്റിലെ, അതായത് എന്താണ്, നമ്മുടെ www.cekerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ എടുക്കുക. എന്നിട്ട് അതിൽ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപേക്ഷ നമ്പർ, പാസ്വേഡ് നൽകി വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ഹോം പേജിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, അതിനുശേഷം ആഡ് കോഴ്സ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോം പേജിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് കോഴ്സ് എന്നൊരു ലിങ്ക് കാണാം.
അപ്പോൾ ആ ആഡ് കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണേ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെനു ആണ് കേട്ടോ, അതിനെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോ പറ്റും, നമുക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, അതായത് മെഡിക്കൽ അനുബന്ധിത കോഴ്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ ആഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനായി പുതിയ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും എഴുതിയിട്ടുണ്ട്, എന്താണ്, നിങ്ങൾ ഓൾറെഡി എന്താണ് ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ നേരത്തെ തന്നെ കീം പോർട്ടൽ വഴി ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് ആഡ് കോഴ്സ് വഴിയാണ് പുതിയതായിട്ടുള്ള, അതായത് പുതിയതെന്ന് വെച്ചാൽ മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളുണ്ടല്ലോ, അത് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഡ് കോഴ്സ് എന്ന് പറയുന്ന ആ മെനു ക്ലിക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ അടുത്ത് നോക്കിക്കേ, സംസ്ഥാന മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായി പ്രസ്തുത ക്ലെയിമിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ സമയത്ത് എന്താണ്, പരീക്ഷാ കമ്മീഷണറുടെ ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ഇപ്പം NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ കഴിയാത്ത കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇപ്പോൾ അത് ചെയ്യാവുന്നതാണ്. എങ്ങനെയെന്ന് നോക്കിക്കേ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ്, അതായത് NRI മൈനോറിറ്റി കാറ്റഗറി ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് സമർപ്പിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് NRI ഡോക്യുമെൻറ്റ്, അപ്ലോഡ് കാറ്റഗറി ഓർ മൈനോറിറ്റി എന്ന മെനു അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് NRI ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യാൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ NRI ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതിൽ ആ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. അതേസമയം അപ്ലോഡ് കാറ്റഗറി, ഏതാണ് നിങ്ങളുടെ കാറ്റഗറി, മൈനോറിറ്റി ആണെങ്കിൽ ആ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, അടുത്തത് പുതുതായി ക്ലെയിമുകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമുദായിക സംവരണം, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണ രേഖ വിഭാഗത്തിലുള്ള സീറ്റാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. പിന്നെ NRI കോട്ട, മൈനോറിറ്റി കോട്ട എന്നിവ ആവശ്യമുള്ളവർ ആവശ്യമായ അനുബന്ധിത രേഖകൾ സമർപ്പിക്കാതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, NRI ആണെന്നുണ്ടെങ്കിൽ NRI നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, മൈനോറിറ്റി ആണെങ്കിൽ അങ്ങനെ. പിന്നെ പറയുന്നത് കണ്ടോ, അനുബന്ധിത രേഖകൾ സമർപ്പിക്കാൻ മറ്റൊരു അവസരം ലഭിക്കുന്നതല്ല. വെരി ഇമ്പോർട്ടൻറ്റ്. അവർ പറയുന്നുണ്ട് ഇനിയൊരു അവസരം ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാറ്റഗറിയുടെ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിസർവേഷനോ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യമോ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് സമയമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള റിസർവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അത് മാത്രമല്ല NRIയുടെ ഇതുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം. കാരണം ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്, എന്താണ്, അനുബന്ധിത രേഖകൾ സമർപ്പിക്കാൻ മറ്റൊരു അവസരം ഇനി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അപേക്ഷ ഫീസിനെ പറ്റി പറയുന്നുണ്ട്. പുതുതായി സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അപേക്ഷ ഫീസുണ്ട്. അത് അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. മുമ്പ് അപേക്ഷ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മുമ്പ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ www.cekerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അതിൽ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ കാണാൻ പറ്റും. അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഓൾറെഡി ചെയ്തവരല്ലേ, സമർപ്പിച്ചിട്ടുള്ളവർ അവരുടെ അപേക്ഷ നമ്പർ, പാസ്വേഡ് നൽകി ഏതൊക്കെ കോഴ്സുകളാണ് ആവശ്യമുള്ള കോഴ്സുകൾ, സംവരണ ക്ലെയിമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പ്രോസ്പെക്ടസ് വ്യവസ്ഥ പ്രകാരം ഒരു അപേക്ഷാർത്ഥി ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാവൂ. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു അപേക്ഷാർത്ഥി ഒരെണ്ണം മാത്രമേ പറ്റത്തുള്ളൂ, ഒരു ആപ്ലിക്കേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നിലേറെ അപേക്ഷകൾ ഒരാൾ സമർപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാൻഡിഡേറ്റ് റദ്ദാക്കുന്നതാണ്. അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു കാൻഡിഡേറ്റ് ഒന്നിൽ കൂടുതലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ അത് ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പുതുതായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന, ഈ പുതുതായിട്ടാണ് ഓൺലൈൻ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല, പുതിയതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ സാമുദായിക സംവരണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള നോൺ ക്രിമിനൽ
സാമ്പത്തിക വരുമാനം, പ്രത്യേക സംവരണം, NRI കോട്ട, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, പിന്നോക്ക സംവരണ വിഭാഗക്കാരുടെ സീറ്റാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നിവ ആവശ്യമുള്ളവർ ആവശ്യമായ അനുബന്ധ രേഖകൾ നമ്മൾ സമർപ്പിക്കുക. പിന്നെ ഒരു അവസരം കിട്ടില്ല എന്നാണ് അവർ വീണ്ടും അത് തന്നെ എഴുതിയിട്ടുള്ളത്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുതുതായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പുതുതായി കോഴ്സുകൾ ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കുന്നതിനും മുമ്പ് പ്രവേശന കമ്മീഷണറുടെ www.ckerala.gov.in തന്നെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത് 2026-27 അധ്യയന വർഷത്തിലെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധിത കോഴ്സുകളുടെ പ്രവേശനം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സർക്കാർ അംഗീകൃത പ്രോസ്പെക്ടസിലെ വ്യവസ്ഥകളും ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും 5/1/2026 കീം അപേക്ഷ സമർപ്പണം സംബന്ധിച്ചുള്ള വിജ്ഞാപനവും അപേക്ഷകർ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. 047123322120 ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കേരളയായിട്ട് സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. നിങ്ങളോടൊപ്പം സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത. സൈനേർഡ് സബ്സ്ക്രൈബറിന് തീർച്ചയായിട്ടും സൈനേർഡ് നിങ്ങൾ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈനേർഡിന് ഇമെയിൽ സപ്പോർട്ടുണ്ട്, കോൾ സപ്പോർട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈനേർഡിനെ കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു ഓൾ.